ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷുഗർ കോട്ടിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ്. ടാബ്ലറ്റ്സ് യൂഷ്വലി ഷുഗർ കോട്ട് ചെയ്യുന്നത് ഒരു എലഗൻറ്റ് അപ്പിയറൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ഗ്ലോസി നേച്ചർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഈസി ആയിട്ട് സ്വാലോ ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ടാബ്ലറ്റ്സ് ഷുഗർ കോട്ട് ചെയ്യാറുള്ളത്. ടാബ്ലറ്റ്സ് ഷുഗർ കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടാബ്ലറ്റിൻ്റെ വെയിറ്റ് ഡബിൾ ആവുന്നതായി കാണാം. ഇതിനകത്ത് ധാരാളം സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. ഷുഗർ കോട്ടിംഗ് എന്നുള്ള ആ ഒരു പ്രോസസ്സിനകത്ത് സീൽ കോട്ടിംഗ്, സബ് കോട്ടിംഗ്, സിറപ്പിംഗ്, ഫിനിഷിംഗ്, പോളിഷിംഗ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ് ഈ ഒരു പ്രോസസ്സിനകത്ത്. അതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ് ഷുഗർ കോട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫ്യൂ അവേഴ്സ് ടു ഫ്യൂ ഡേയ്സ് വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു പ്രോസസ്സാണ് ഷുഗർ കോട്ടിംഗ്. ഇത് ചെയ്യുന്നതിനായിട്ടൊരു സ്കിൽഡ് കോട്ടിംഗ് ഓപ്പറേറ്ററുടെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഷുഗർ കോട്ടിംഗ് പ്രോസസ്സിനകത്തുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ് കാണാവുന്നതാണ്. സീലിംഗ്, സബ് കോട്ടിംഗ്, സിറപ്പിങ്ങിന് തന്നെയാണ് സ്മൂത്തിങ് എന്ന് പറയുന്നത്, ഫിനിഷിംഗ് ആൻഡ് പോളിഷിംഗ്. ഇത്രയും സ്റ്റെപ്സാണ് ഷുഗർ കോട്ടിങ്ങിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. നമ്മൾ ആദ്യം നോക്കുന്നത് സീൽ കോട്ടിങ്ങിനെ കുറിച്ചാണ്. സീൽ കോട്ടിംഗ് ചെയ്യുന്നത് മോയ്സ്ചർ പെനിട്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ടാബ്ലറ്റ് കോറിനകത്തേക്ക്, ടാബ്ലറ്റിൻ്റെ പുറത്താണല്ലോ ഷുഗർ കോട്ട് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഈ ടാബ്ലറ്റ് കോറിനകത്തോട്ടേക്ക് മോയ്സ്ചർ പെനിട്രേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സീൽ കോട്ട് അപ്ലൈ ചെയ്യുന്നത്. സീൽ കോട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാൻ ലാഡ്ലിംഗ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ പാൻ ലാഡ്ലിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് ഓവർ വെറ്റിംഗ് ഓഫ് പൗഡർ ബെഡ്, ടാബ്ലറ്റിൻ്റെ ബെഡ് അത് ഓവർ വെറ്റ് ചെയ്യുന്നത്, ഒരു ലോക്കലൈസ്ഡ് ഏരിയയിൽ മാത്രമായിട്ട് ഓവർ വെറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പാൻ ലാഡ്ലിംഗ് പ്രോസസ്സ് യൂസ് ചെയ്ത് സീൽ കോട്ട് ചെയ്യുന്നത്. സീൽ കോട്ട് അപ്ലൈ ചെയ്തില്ല വിചാരിക്കുക, അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓവർ വെറ്റഡ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് വീണ്ടും മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? ടാബ്ലറ്റ് സോഫ്റ്റൻ ആവും, ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടും, അതതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റീനെ അഫക്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് പ്രശ്നം സീൽ കോട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ. അപ്പോൾ സീൽ കോട്ട് അപ്ലൈ ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? മോയ്സ്ചർ പെനിട്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്. ഷുഗർ കോട്ടിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് അതിനകത്തുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ സീൽ കോട്ടിംഗ്, സബ് കോട്ടിംഗ്, സിറപ്പിംഗ്, ഫിനിഷിംഗ്, പോളിഷിംഗ് മുതലായവയാണ്. സീൽ കോട്ടിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മോയ്സ്ചർ പെനിട്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാൻ ലാഡ്ലിംഗ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് സീൽ കോട്ടിംഗ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ സീൽ കോട്ട് അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓവർ വെറ്റഡ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് വീണ്ടും മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ടാബ്ലറ്റ് സോഫ്റ്റൻ ആവുകയും അത് പെട്ടെന്ന് ഡിസിൻറ്റഗ്രേഷൻ ചെയ്യുകയും അത് അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റീനെ, ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഷെല്ലാക്ക്, സെയിൻ, ഈ രണ്ടെണ്ണമാണ് സീൽ കോട്ടിനകത്ത് പ്രധാനമായും യൂസ് ചെയ്യുന്ന രണ്ട് സീലൻ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഷെല്ലാക്കിനൊരു പ്രശ്നമുണ്ട്. ഷെല്ലാക്ക് കുറേ സമയം നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏജിങ്ങിൽ പോളിമറൈസേഷൻ ഉണ്ടാവും. ആ ഷെല്ലാക്കിന് പോളിമറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാബ്ലറ്റ് ഡിസിൻറ്റഗ്രേഷൻ ആൻഡ് ഡിസൊല്യൂഷൻ ടൈം ഇൻക്രീസ് ചെയ്യും. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെയിൻ യൂസ് ചെയ്യുന്നത്. സെയിൻ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോൾ സോല്യൂബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ ഡെറിവേറ്റീവ് ആണ്. അത് കോണിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതൊരു എഫക്റ്റീവ് സീലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ് ആൻഡ് സെല്ലുലോസ് അസറ്റേറ്റ് ഫ്താലേറ്റ്, അതും നമുക്ക് സീലൻ്റ് ആയിട്ട് സീൽ കോട്ടിങ്ങിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. സെയിൻ്റെ കേസിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസൊല്യൂഷൻ ടൈം ലെങ്തൻ ചെയ്യാന്നുള്ളൊരു പ്രോബ്ലം ഇല്ല. ഷെല്ലാക്കിനാണ് ഡിസൊല്യൂഷൻ ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ ടൈം ലെങ്തൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഷെല്ലാക്ക് പോളിമറൈസ് ചെയ്യുന്നതുകൊണ്ട്. നെക്സ്റ്റ് സബ് കോട്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സബ് കോട്ടിങ് അപ്ലൈ ചെയ്യുന്നത് ടാബ്ലറ്റ് എഡ്ജസ് റൗണ്ട് ചെയ്യുന്ന പർപ്പസിനായിട്ടും ആ ടാബ്ലറ്റിന് ഒരു ഡിസൈഡ് സൈസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ്. സബ് കോട്ടിങ് സ്റ്റെപ്പിൽ ടാബ്ലറ്റിൻ്റെ വെയിറ്റ് 50 to 100% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് ആ ടാബ്ലറ്റിൻ്റെ മേലെ ആദ്യം സീൽ കോട്ട് അപ്ലൈ ചെയ്തു. സീൽ കോട്ട് അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചർ പെനിട്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ശേഷം ചെയ്യുന്നതാണ് സബ് കോട്ടിംഗ് എന്നുള്ള സ്റ്റെപ്പ്. സബ് കോട്ടിംഗ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ആൾട്ടർനേറ്റ് ആയിട്ട് സ്റ്റിക്കി ബൈൻഡർ സൊല്യൂഷൻ ടാബ്ലറ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിന് പുറത്തോട്ടേക്ക് സബ് കോട്ടിംഗ് പൗഡേഴ്സ്, അക്കേഷ്യ പോലെയുള്ള സബ് കോട്ടിംഗ് പൗഡേഴ്സ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് അത് ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആൾട്ടർനേറ്റീവായിട്ട് സ്റ്റിക്കി ബൈൻഡർ സൊല്യൂഷനും ഡസ്റ്റിംഗ് പൗഡറും ആഡ് ചെയ്തിട്ട് അത് ഡ്രൈ ചെയ്തെടുക്കുന്ന സ്റ്റെപ്പാണ് സബ് കോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം എത്ര സമയം നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യണം? നമ്മുടെ ടാബ്ലറ്റിൻ്റെ എഡ്ജസ് കവർ ആവുന്ന വരെ, ഡിസൈഡ് തിക്നെസ് അച്ചീവ് ചെയ്യുന്നത് വരെയാണ് സബ് കോട്ടിംഗ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെയല്ല എന്ന് വിചാരിക്കുക, അതായത് ആൾട്ടർനേറ്റീവായിട്ട് ബൈൻഡർ സൊല്യൂഷനും ഡസ്റ്റിംഗ് പൗഡറും ആഡ് ചെയ്യല്ലാതെയും നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൈൻഡർ സൊല്യൂഷനും അതുപോലെ തന്നെ ഇൻസോല്യൂബിൾ പൗഡറും ആഡ് ചെയ്തിട്ട്
ബൈൻഡർ സൊല്യൂഷനും ഡസ്റ്റിംഗ് പൗഡറും ആഡ് ചെയ്തിട്ട് നമ്മളൊരു സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്യാം. ആ സസ്പെൻഷൻ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഈ ടാബ്ലറ്റിൻ്റെ മേലോട്ടേക്ക് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയും നമുക്ക് സബ് കോട്ടിങ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിറപ്പിംഗ് സ്റ്റെപ്പിനെ കുറിച്ചാണ്. സിറപ്പിങ്ങിനെ തന്നെ പറയുന്ന മറ്റ് 2 പേരുകളാണ് സ്മൂത്തിങ് ആൻഡ് കളർ കോട്ടിംഗ്. അപ്പം സിറപ്പിംഗ് സ്റ്റേജ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സബ് കോട്ടിംഗ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഇംപെർഫെക്ഷൻസ്, ആ സമയത്ത് എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ടാബ്ലറ്റിൻ്റെ സർഫസിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഇംപെർഫെക്ഷൻസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഡിസൈഡ് കളറ് ടാബ്ലറ്റിന് കൊടുക്കുന്ന പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് സിറപ്പിംഗ് സ്റ്റേജ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്കിൽഡ് പേഴ്സൺ ആവശ്യമാണ്. നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് സസ്പെൻഡഡ് പൗഡേഴ്സ് ഉള്ള ഒരു സിറപ്പ് നമ്മൾ ആദ്യം ടാബ്ലറ്റിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതിനെ ഗ്രോസിംഗ് സിറപ്പ് എന്നാണ് പറയുന്നത്. ഈ ഗ്രോസിംഗ് സിറപ്പിനകത്ത് 50 to 60% സിറപ്പ് സൊല്യൂഷനാണ് ഉള്ളത്. ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഗ്രോസിംഗ് സിറപ്പ് അപ്ലൈ ചെയ്തു. ഈ ഗ്രോസിംഗ് സിറപ്പ് അപ്ലൈ ചെയ്ത് നമ്മുടെ ടാബ്ലറ്റ് ഒരു സ്മൂത്ത് ആയിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സിറപ്പിനകത്തോട്ടേക്ക് കുറച്ച് ഡൈലൂട്ട് കളറൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു കോട്ട് കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡൈലൂട്ട് കളറൻസ് ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ടിൻറ്റഡ് ബേസിൻ്റെ കളറായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റേജിൽ നമ്മുടെ ടാബ്ലറ്റിൻ്റെ മേലെ കാണുന്നത്. ടാബ്ലറ്റ് സ്മൂത്ത് ആയെങ്കിൽ മാത്രമേ അതിനകത്തോട്ടേക്ക് കളർ ആഡ് ചെയ്യാനായിട്ട് പാടത്തുള്ളൂ. ടാബ്ലറ്റ് സ്മൂത്ത് ആയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ സിറപ്പിനകത്തോട്ടേക്ക് ഡൈലൂട്ട് കളറൻസ് ആഡ് ചെയ്ത് ടിൻറ്റഡ് ബേസ് പ്രിപ്പയർ ചെയ്ത് അത് അപ്ലൈ ചെയ്യാനായിട്ട് പാടത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ പ്രിമച്വർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങാനും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ടാബ്ലറ്റ്സ്, ഫൈനൽ ടാബ്ലറ്റ് എന്ന് പറയുന്നത് മോട്ടിൽഡ് ആയിരിക്കും. ഇനി സബ്സിക്വൻറ്റ് സ്റ്റെപ്സിൽ നമുക്ക് സിറപ്പ് സൊല്യൂഷനകത്തോട്ടേക്ക് ഡൈ ആഡ് ചെയ്ത് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫൈനൽ സൈസും കളറും അച്ചീവ് ചെയ്യുന്നത് വരെ നമുക്ക് ഡൈ ആഡ് ചെയ്തിട്ടുള്ള സിറപ്പ് സൊല്യൂഷൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഫൈനലി ഫ്യൂ കോട്ട്സ് ഓഫ് സിറപ്പ് സൊല്യൂഷൻസ്, ക്ലിയർ കോട്ട്സ് ഓഫ് സിറപ്പ് കൂടെ അപ്ലൈ ചെയ്യുക. അതാണ് സിറപ്പിംഗ് എന്ന് പറയുന്ന സ്റ്റേജ്. സിറപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് പോളിഷിംഗ് ആണ്. പോളിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ടാബ്ലറ്റ് കോട്ടൺ ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാബ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു സംഭവമാണ് പോളിഷിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോളിഷിംഗ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ സ്റ്റാൻഡേർഡ് കോട്ടിംഗ് പാനോ അല്ലെങ്കിൽ ക്യാൻവാസ് ലൈൻഡ് ആയിട്ടുള്ള പോളിഷിംഗ് പാനോ ആണ് യൂസ് ചെയ്യുന്നത്. പൗഡേർഡ് വാക്സ്, കാർണോബോ വാക്സോ അല്ലെങ്കിൽ ഈ കാർണോബോ വാക്സ് വാം ചെയ്ത് അത് നാഫ്ത അല്ലെങ്കിൽ സ്യൂട്ടബിൾ വൊളാറ്റൈൽ സോൾവെൻസിനകത്ത് ഡിസോൾവ് ചെയ്തിട്ടൊക്കെയാണ് പോളിഷിംഗ് ചെയ്യുന്നത്. ഷുഗർ കോട്ടിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക്